ബാക്ക്. നിങ്ങൾ എല്ലാവരും ആദ്യമായിട്ടാണ് കാണുക. ഹായ്, ഐ എം മേഘ ആൻഡ് വെൽക്കം ടു മൈ ചാനൽ. അപ്പൊ 1 by 1 ഹോൾ ആയിട്ട് വന്ന് എന്താന്ന് പറഞ്ഞാൽ വിഷു ഉണ്ട്. എനിക്കറിയാം തലേ ദിവസം ഷെയർ ചെയ്ത് നിങ്ങളുടെ കൊല്ലൂർ. അപ്പൊ അതുകൊണ്ട് വിഷുവിന് ഓൾമോസ്റ്റ് ഇപ്പൊ ഒരു 20 ദിവസം കൂടെ ഉള്ളൂ അല്ലേ. അപ്പൊ വേഗം ഷെയർ ചെയ്തോണ്ടിരിക്കുക. സോ ദാറ്റ് വേഗം ഓർഡർ ചെയ്ത് നിങ്ങൾക്ക് വിഷുവിന് മുന്നേ തന്നെ സാധനങ്ങൾ ഓർഡർ ചെയ്ത് പിടിച്ചെടുക്കാലോ. അപ്പൊ ഓൾറെഡി ഞാൻ വിഷു സ്പെഷ്യൽ ആയിട്ടുള്ള നെക്ലസ് സെറ്റിന്റെ ഹോൾ വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ വേഗം അത് പോയി കാണാം. എന്നിട്ട് ഇത് കണ്ടാലും മതി, ഇത് കണ്ടിട്ട് അത് കണ്ടാലും മതി, എന്തൊക്കെ പോയി എനിക്ക് വ്യൂസ് കിട്ടിയാൽ മതി. അപ്പൊ ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോണതാണ് വിഷു സ്പെഷ്യൽ ആയിട്ടുള്ള നല്ല സെറ്റ് സാരി. കസവ് സാരീസിലും ഒന്നിൽ മേലെ ഒന്ന് അടിപൊളി പീസുകളാ ഗൈസ്. ഒന്നും പറയില്ല. ആക്ച്വലി ഞാൻ ഒരു സാരി പേഴ്സൺ അല്ല, സാരി പേഴ്സൺ പറയണ കേട്ട് കഴിഞ്ഞാൽ എന്റെ വീട്ടുകാരല്ല എസ്പെഷ്യലി മമ്മിക്ക് സാരിയോട് ഒട്ടും ഇഷ്ടമല്ല. അതുകൊണ്ടാണ്. പക്ഷെ ഞാൻ വിഷുവിന്റെ ഇതായതുകൊണ്ട് പിന്നെ എനിക്ക് നിങ്ങൾക്ക് കുറെ വെറൈറ്റീസ് ഷെയർ ചെയ്തത്. നിങ്ങൾ കുറെ കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു സാരി വേണം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ നിങ്ങൾ പറഞ്ഞ ഞാൻ കേൾക്കാണ്ടിരിക്കും. അതുകൊണ്ട് ഞാൻ മമ്മിയുടെ കാല് വീട് സമ്മതം മേടിച്ചു. മമ്മിയുടെ കൂടെ സെലക്ഷൻ ആണ്ടത് ഇതൊക്കെ. ഓക്കെ, അപ്പോ എല്ലാം മേടിച്ചത് മീഷോ നിന്നാണ്. അപ്പൊ വേഗം തന്നെ നമുക്ക് ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ആദ്യം തന്നെ വിഷു സ്പെഷ്യൽ എന്ന് പറഞ്ഞത് കൊണ്ട് ശരിക്കും വിഷു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു അടിപൊളി സാരിയാ ഗൈസ്. ആൻഡ് ഈ ഒരു സാരി ബേഡ് എന്റെ ഫുൾ ഹൃദയം. കണിക്കൊന്ന പ്രിന്റ് ഉള്ള ഈ ഒരു സാരി ഫ്രം മീഷോ ഗൈസ്. എങ്ങനെയാണ് ഞാൻ കണ്ടുപിടിച്ചത് എനിക്കറിയുള്ളൂ. ഇത് കണിക്കൊന്ന പ്രിന്റ് ഓക്കെ, പിന്നെ നമുക്ക് കടകളിലും മേടിക്കാൻ കിട്ടാം. പക്ഷെ എനിക്ക് ഇത് ഇത്രയും സ്പെഷ്യൽ ആയിട്ട് തോന്നാൻ കാരണം എന്താന്ന് വെച്ചാൽ ഇത് റോസ് ഗോൾഡ് പ്രിന്റാ ഗൈസ്. ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ, കാണാമോ? സോറിട്ടാ, നൂലൊക്കെ പാറി പറഞ്ഞിരിക്കുന്നത് അത് ഞാൻ സെറ്റ് ആക്കിയിട്ടില്ല. ബട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാണ്. കണ്ട, റോസ് ഗോൾഡ് പ്രിന്റ് ആണ് ഗൈസ്. ആൻഡ് അതിന്റെ ഒപ്പം തന്നെ റോസ് ഗോൾഡ് ആൻഡ് ടിഷ്യൂ. നമ്മൾ കണ്ടിട്ടില്ലേ ടിഷ്യൂ സാരി ഒന്നല്ലെങ്കിൽ സിൽവർ പ്രിന്റ് ഉള്ള ടിഷ്യൂ ആയിരിക്കും, അല്ലെങ്കിൽ ഗോൾഡ് ആയിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ ഗോൾഡിനകത്ത് തന്നെ പല ഗോൾഡ് ആയിരിക്കും, യെല്ലോ ഗോൾഡ്, വോം ഗോൾഡ്, അങ്ങനെയൊക്കെ. പക്ഷെ ഇത് റോസ് ഗോൾഡ് ആകാൻ സംഭവം പൊളിയാണ്. വിത്ത് ബ്ലൗസ് ആയിട്ടുള്ളതാണ്. എന്നാൽ നിങ്ങൾക്ക് എങ്ങനെ സാധാരണ ഇഷ്ടം? സെറ്റ് സാരി ആവുമ്പോൾ ആ സെറ്റ് സാരി മോഡൽ പ്രിന്റ് അനുസരിച്ചുള്ള ബ്ലൗസ് ആണ് നിങ്ങളുടെ, അതോ വിത്ത് ബ്ലൗസ് ആണെങ്കിൽ അതേ ബ്ലൗസ് വെട്ടി തയ്ക്കുകയാണ് ചെയ്യുക? ഞാൻ സാധാരണ മമ്മി എപ്പോഴും ഇടുക്കണം കണ്ടേക്കണം. ഇതൊന്നും ഇപ്പൊ പച്ച ഉണ്ടെങ്കിൽ മമ്മി പച്ച ഇടും, മഞ്ഞ ഇടുന്ന എനിക്ക് തോന്നുന്നില്ല. മിക്ക മമ്മി ഡാർക്ക് ആണ്. ഈ ബ്രൗൺ ഉണ്ടല്ലോ, അത് ഇതുമ്മ ബ്രൗണും ഉണ്ട് ഈ മരമായിട്ട്, മനസ്സിലായില്ല ഇങ്ങനെ ഇങ്ങനെ. അപ്പൊ ബ്രൗൺ എങ്കിൽ ബ്രൗൺ, അങ്ങനെയാണ് മമ്മി സാധാരണ ഇടുന്നത് ഞാൻ കണ്ടേക്കണം കേട്ടോ. പക്ഷെ ഞാൻ നിങ്ങൾക്ക് ഇവിടെ ഒരേ ബ്ലൗസിൽ തന്നെയാണ് എല്ലാ സാരി കാണിക്കുമ്പോൾ എനിക്കും വയ്യ, അല്ലെങ്കിൽ തന്നെ ഭയങ്കര പാടായിരുന്നു സത്യമായിട്ട്. ഈ ട്രൈ ഓൺ ഷൂട്ട് അയ്യോ എനിക്കറിയാം എത്ര സാരി മാറി മാറി മനുഷ്യന് പണ്ടറിയാൻ. ഇത്തവണ എല്ലാ സാരി ഉടുത്തത് ഞാനായിരുന്നു കേട്ടോ. നന്നായിട്ട് ഒതുങ്ങി കിടക്കണം. ചില സാരികളുണ്ട് ഇങ്ങനെ പ്രാ പോലെ ഇങ്ങനെ കിടക്കും. നോ, ഇത് നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഉടുക്കാൻ പറ്റുന്നുണ്ട്. ആൻഡ് ഇതിന്റെ ഒപ്പം ഞാൻ ദേ ഈ ഒരു സാധനം കേട്ടാ. ഞാൻ ആക്ച്വലി എല്ലാം സാരീസിനും ദേ ഈ ഒരു ഷേപ്പ് വിയർ ആയിട്ടുള്ള ഈ ഒരു എന്താ പറയാ അണ്ടർ സ്കേർട്ടാണ് ഇട്ടിരുന്നത്. ആൻഡ് അതിന്റെ നെക്സ്റ്റ് ലെവൽ ഫീൽ ആയിരുന്നു. ഒരു മിനിറ്റ്, 1495. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ഈ ഫുൾ ഹോൾ വീഡിയോയിൽ എന്റെ സെക്കൻഡ് ഫേവറേറ്റ് ആയിട്ടുള്ള സാരി. ഞാൻ അങ്ങനത്തെ ഒരു ഓർഡറിലാണ് കേട്ടോ പോണത്. അവസാനം എത്തുന്നത് ലീസ്റ്റ് ഫേവറേറ്റ് അല്ല, അത് ആക്ച്വലി ഇഷ്ടമാണ്. പക്ഷെ ഇത് രണ്ടും കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒക്കെ എനിക്ക് ഒരേപോലെ ഉണ്ട് എല്ലാം സാരീസ്. അതാണ് ഈ ഒരു സാരിയോ എന്തിനാ സാധിക്കേ അടിപൊളി സംഭവം അല്ല. ആക്ച്വലി ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാട്ടെ. എനിക്ക് അറിഞ്ഞൂടി ഇപ്പൊ ഞാൻ പറയണ കാര്യം നെക്സ്റ്റ് ഇത് കഴിഞ്ഞിട്ടുള്ള സാരി കാരണം നിങ്ങൾ ചീത്ത പറയുന്നുള്ളത്. പക്ഷെ അത് വേറെ ഇത് വേറെ. എന്താ ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും സാരീസ് ആയാലും ഡ്രസ്സ് ആയാലും പരമാവധി അല്ല ഇപ്പൊ എനിക്ക് അറിയണതുകൊണ്ട് ഞാൻ പണ്ടേ അല്ലെങ്കിലും മേടിക്കില്ല. പക്ഷെ ഇപ്പൊ ഞാൻ ഒട്ടും മേടിക്കില്ല. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഭഗവാന്റെ ഫോട്ടോ ഉള്ള സാരീസ് ഞാൻ പറഞ്ഞാൽ മേടിക്കരുത്. ജ്വല്ലറീസ് ഇടുന്ന കാര്യം വേറെയാണ്, കാരണം നമ്മൾ സൂക്ഷിച്ചെടുത്ത് വയ്ക്കും. പക്ഷെ എടുത്തു വെക്കണം അവരടങ്ങി. പക്ഷെ ഇങ്ങനെ ഡ്രസ്സുകളും സാരീസും ഒക്കെ ഭഗവാന്റെ ഫോട്ടോ ഉള്ളത് അതൊന്നും എനിക്ക് ഇഷ്ടമില്ല. കാരണം എന്താന്ന് പറഞ്ഞാൽ നമ്മളത് ഇട്ട് വിയർത്തിട്ട് കൂറ തുണികളുടെ കൂടെ, മനസ്സിലായില്ല. അപ്പൊ അത് എന്തൊക്കെ പോയ ഒരു സംഭവം നല്ലതല്ല. അപ്പൊ അതുകൊണ്ട് ഞാനത് അവോയ്ഡ് ചെയ്തുകൊണ്ട് ഞാൻ ഈ ഒരു പ്രിന്റ് ആണ് എടുത്തത്. ഇതിനകത്ത് ഇങ്ങനെ എന്താ പറയാ നോക്കിയേ, വീണ, തബല, പിന്നെ മയിൽപ്പീലി, ഓടക്കുടല്, നോക്കിയേ ഭഗവാന്റെ രൂപം മാത്രമേ ഇല്ലാന്നുള്ളൂ. പക്ഷെ ഭഗവാന്റെ അപ്പുറപ്പുറം വരുന്ന സകല സാധനങ്ങളും ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. എന്ത് രസാല്. ഇതും അഗൈൻ ടിഷ്യൂ ആണ് കേട്ടോ സാരിയാണ്. ഇത് ഗോൾഡ് ടിഷ്യൂ ആണ് കേട്ടോ ഈ ഒരു സാരി. പൊളി സംഭവം, ഒന്നും പറയാനില്ല, അടിപൊളി സംഭവം കേട്ടോ. ആൻഡ് ഇതിങ്ങനെ നമുക്ക് മുകളിലും താഴെയും ഈ ഒരു പ്രിന്റ് ആണ് കേട്ടോ. മുകളിലും കിട്ടും താഴെയും കിട്ടും. അപ്പൊ നമ്മൾ ഉടുക്കുമ്പോൾ ഈ ഭാഗങ്ങളൊക്കെ ആ ഒരു പ്രിന്റ് വരും. നല്ല ഭംഗിയാണ്. ഇതിന്റെ മുന്താണി, അത് ഞാൻ ആദ്യത്തെ തന്നെ മുന്താണി കാണിച്ചില്ല അല്ലേ. പക്ഷെ നിങ്ങൾ ഇവിടെ ട്രൈ ഓണിൽ കണ്ടോട്ടാ. ഇതിന്റെ മുന്താണി ഞാൻ കാണിച്ചു തരാം. നോക്കിയേ, ഓ വിശാലമായ വലിയ പ്രിന്റ്. ആ കുഞ്ഞു പ്രിന്റിന്റെ വലിയ പ്രിന്റ് എന്ത് രസമാണല്ലേ, ഒന്നും പറയാനല്ലേ. ഞാൻ ആക്ച്വലി ഇത് മുഴുവൻ അടിക്കാത്ത എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രൈ ഓണിന് ശേഷം മമ്മിയൊക്കെ മടക്കി എടുത്ത് വെച്ചതാട്ടാ. അപ്പൊ എനിക്ക് സമാധാനമായിട്ട് ഇന്ന് കിടന്നുറങ്ങണം കഴിച്ചത്. ഓക്കെ, എനിക്ക് സാരി എടുക്കാൻ യോഗമില്ലല്ലോ.
അതർവൈസ് സാരി ഉടുക്കണവരാണെങ്കിൽ യു ഗൈസ് ആർ സോ ലക്കി. ഐ എം ജെലസ്. വേഗം വേഗം മേടിച്ചോട്ടാ, ഞാൻ കോഡ് കൊടുക്കൽ ഇങ്ങനെ സാധനങ്ങൾ പോവും. സാധാരണ ഇതുപോലത്തെ സാരീസ് ഒക്കെ വളരെ ലിമിറ്റഡ് സ്റ്റോക്ക് ആവാ ചെയ്യാം. അപ്പൊ അതുകൊണ്ടാട്ടാ പറഞ്ഞ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആവുന്നതിന് മുന്നേ വേഗം തന്നെ മേടിക്കാം. പിന്നെ ഞാൻ എന്തായാലും ഔട്ട് ഓഫ് സ്റ്റോക്ക് ആവില്ല അറിയില്ല എനിക്ക്, പക്ഷെ ഞാൻ വേറെ സെല്ലറിന്റെ ഒന്ന് തപ്പി നോക്കാട്ടെ കിട്ടുമെന്നുള്ളത്. 1299. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് പീസാണ് ഞാൻ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ, ഞാൻ ആദ്യം പറഞ്ഞില്ലേ ഭഗവാന്റെ പ്രിന്റ് ഉള്ളത് ഞാൻ സാരീസ് ഒക്കെ അവോയ്ഡ് ചെയ്യാ. പക്ഷെ ഇതിനകത്ത് ഈ പ്രിന്റ് പ്ലീസ് നിങ്ങൾ ജഡ്ജ് ചെയ്തിട്ട്, അതാണ് ഈ ഒരു കഥകളി പ്രിന്റ് ഉള്ള ഈ ഒരു സാരി. ഞാൻ അത്രയും ശരിയാ, കഥകളി ഒരു ദൈവത്തിന്റെ ഒരു രൂപം വെച്ചിട്ടുള്ള ഒരു കളിയാണ്, ഞാൻ അത്ര ശ്രദ്ധിച്ചില്ല. ഐ എം റിയലി സോറി ഫോർ ദാറ്റ് ഗൈസ്. പക്ഷെ ഇത് ശരിക്കും നല്ല പ്രിറ്റി ആയിരുന്നു, ബ്യൂട്ടിഫുൾ ആയിരുന്നു. അതുകൊണ്ട് ഭഗവാന്റെ ആ ഒരു കാര്യം ഒന്ന് ചിന്തിച്ചാണ് ട്ടോ, അല്ലാണ്ട് ഞാൻ ഇവിടെ ഹിപ്പോക്രസി കളിക്കുകയല്ല പ്ലീസ്. ഓക്കെ, പക്ഷെ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ഇഷ്ടമുള്ളവർക്ക് കൊടുക്കാം, എനിക്ക് അങ്ങനെ പറയാൻ ഞാൻ വേണ്ട, ഇനി എനിക്ക് രക്ഷപ്പെടാൻ പറ്റണില്ല. ഓക്കെ, അപ്പൊ ഈ ഒരു എന്ത് വലിയ ഇത് മുന്താണി ആയിട്ട് ആക്ച്വലി കണ്ടുപേടിക്കേണ്ട. ഫുൾ സാരിയും ഇങ്ങനെയല്ല, ഇത് മുന്താണി ഭാഗമാണ് ഇങ്ങനെ ഇരിക്കണം. ആൻഡ് നമ്മള് സിംഗിൾ പ്ലീറ്റ് ആയിട്ട് കൊടുക്കുമ്പോഴാണ് ഈ ഫുൾ ഭംഗി നമുക്ക് എടുത്തറിയിപ്പിക്കാൻ പറ്റുക. ആൻഡ് ബാക്കിയുള്ള ഭാഗം എന്ന് പറഞ്ഞത് ഞാൻ ഇച്ചിരി തുറന്ന് കാണിക്കാം, മമ്മി മടക്കി വെച്ചതുകൊണ്ട്. സോ അതെ ഇങ്ങനെയാണ്. ഇപ്പുറത്ത് വേറൊരു വലിയ ഇങ്ങനെ പ്രിന്റ് വരും. ആൻഡ് ഇത് വന്നത് നമ്മൾ ഉടുക്കുമ്പോ ഈ ഒരു ഭാഗമായിട്ടാണ് കേട്ടോ. നമ്മള് സിംഗിൾ പ്ലീറ്റ് ആയിട്ട് ഉടുക്കുമ്പോ അങ്ങനെ നിഴലടിക്കുന്ന സീൻ ഉണ്ടാവില്ല ഈ ഒരു പ്രിന്റ് ഉള്ള ഭാഗത്ത് ട്ടാ. അപ്പൊ അതുകൊണ്ട് ഈ കറക്റ്റ് നമ്മളുടെ ഈ ഒരു ഭാഗമായിട്ട് ഇങ്ങനെ കവർ ആവണതാണ്. എന്തൊരു മഞ്ഞാ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല അമേസിങ് സാരി. ഇതും ആക്ച്വലി എനിക്ക് തോന്നുന്നു വിത്ത് ബ്ലൗസ് തന്നെയാണ് അല്ലേ? വിത്ത് ബ്ലൗസ് അല്ലേ? എനിക്ക് അറിഞ്ഞൂടാ, ഇതിന്റെ കര കണ്ടാൽ തന്നെ അറിയാം കേട്ടാ. ഒരു സിമ്പിൾ സാരിയുമ്പോ ഇങ്ങനെ പ്രിന്റ് ചെയ്തെടുക്കുക. പക്ഷെ ഈ ഒരു പ്രിന്റിങ് തന്നെ എളുപ്പമാണോ ഗൈസ്? ഒന്ന് ആലോചിച്ച് നോക്കല്ലേ. ഇത് മെഷീൻ വൈസ് ആണെങ്കിൽ ഓക്കെ, പക്ഷെ എന്നാൽ പോലും എനിക്ക് ഇങ്ങനെയൊക്കെ കാണുമ്പോൾ തന്നെ ഭയങ്കര പാടുപെട്ട പോലത്തെ ഒരു ഇതാണ് തോന്നണത് കണ്ടിട്ട്. എന്തൊരു കല അല്ലേ. നല്ല 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 പ്രിന്റ് ഉള്ളതുണ്ട്. ഇത് എന്തായാലും നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ ഇതിന്റെ, കാരണം ഇതിനകത്ത് വേറെ കുറെ ഐറ്റംസ് ഉണ്ട്, അത്യാവശ്യം വേറെ വേറെ പ്രിന്റ്സ് ഉള്ളതുണ്ട്. ഓക്കെ, അപ്പൊ ഈ ഒരു സാരിയുടെ റേറ്റ് അഫോർഡബിളും കൂടെയാണ്, ജസ്റ്റ് 543. വേഗം പോയി മേടിച്ചോ. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് പീസ് ആണ് ഞാൻ കുറച്ച് പറ്റിക്കപ്പെട്ടത് പറഞ്ഞത്. അതാണ് ഈ ഒരു ഗ്രേ കളറിന്റെ ഈ ഒരു സാരി ഇട്ടാ. ഈ ഒരു സാരിമ ഇങ്ങനെ കോപ്പർ പ്രിന്റ് ആയിട്ടുള്ളതാണ്. ഇത് ആക്ച്വലി നമ്മുടെ ഇങ്ങനത്തെ സെറ്റ് സാരി പോലത്തെ പെടുത്താൻ പറ്റില്ല. പെടുത്താൻ പറ്റിയിരുന്നേ ഞാൻ ഓർഡർ ചെയ്താ വന്നിരുന്നെങ്കിൽ, ബിക്കോസ് ഞാൻ നല്ല അമേസിംഗ് ഇത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ ഒരു സാരിയാണ് ഞാൻ ഓർഡർ ചെയ്തിരുന്നേട്ടാ. ഈ ഒരു സിൽവർ ആയിട്ടുള്ള വളരെ ലൈറ്റ് കളറിന്റെ സിൽവർ സാരി, അതുമാ ഗോൾഡൻ ബോർഡർ കണ്ടാ നിങ്ങള്. ഗോൾഡൻ അല്ല, ഇതുപോലെ കോപ്പർ ആണ്. ആൻഡ് ആ ഒരു പിങ്ക് ബോർഡർ ഉണ്ട് സെയിം ഇതുപോലെ തന്നെ. പക്ഷെ ഈ ഒരു ഇത്ര ഗ്രേ അല്ല ആ കളർ, ഇത് ഡാർക്കാ. അത് നല്ല ലൈറ്റ് കളർ, സിൽവർ കളർ. നല്ല ഭംഗി ഉണ്ടായിരുന്നു അത് കാണാൻ, കുന്തം പിടിക്കാനായിട്ട് അവർ മാറ്റി തന്നു. പക്ഷെ ഇത് മമ്മിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആൻഡ് മമ്മി പറയുന്ന സാധനം എന്ന് വെച്ചാൽ സാരി നല്ല ഭംഗിയുണ്ടെന്ന് പറഞ്ഞിട്ടാ. അപ്പൊ നിങ്ങൾക്ക് കാണിച്ചിട്ടേക്കെ വിചാരിച്ചു. അപ്പൊ നിങ്ങൾ ഓർഡർ ചെയ്യുമ്പോൾ ഒന്ന് സൂക്ഷിക്കുക, ചിലപ്പോൾ മാറി വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു റിസ്ക് എടുക്കാൻ റെഡി ആണെങ്കിൽ ഓക്കെ. ബൈ കുഴപ്പമില്ല, തെറ്റി വരികയാണെങ്കിൽ നിങ്ങൾക്ക് റിട്ടേൺ ചെയ്യാൻ വലിയ കാര്യമൊന്നുമില്ല. ആൻഡ് യെസ്, ഇത് വളരെ സിമ്പിൾ, ഒന്നും കാണിക്കാൻ മാത്രം ഇല്ല. മുന്താണി വരെ ഇതിന്റെ സിമ്പിൾ ആയിട്ടുള്ളത്. അതെ ഇങ്ങനത്തെ ഇച്ചിരി ആർക്കാണ്ട് വേണ്ടി കുറച്ച് വരയുണ്ട്. ഇങ്ങനെ വരയുണ്ട്. കുറച്ച് ഇങ്ങനെ വള്ളിയായിട്ടുള്ള സംഭവം കൊടുത്തു. ഓക്കെ ഗൈസ്, ഇതിനകത്ത് വേറെ കളേഴ്സ് അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് റേറ്റ് ആണ് ജസ്റ്റ് 610, 610. അപ്പൊ നമ്മുടെ നെക്സ്റ്റ് സാരി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഓർഡർ ചെയ്തപ്പോ പോലെയല്ല, എന്തോ ഒരു പതുക്കെ മിസ്റ്റേക്ക് ഉണ്ട്. പക്ഷെ ഉടുത്ത് വന്നപ്പോ ഭംഗിയുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങളും പറയട്ടെ ഇവിടെ ഒന്ന് ട്രൈ ഓൺ കണ്ടിട്ട് നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്ന ആവശ്യം. ഞാൻ കാണിച്ചില്ലല്ലോ, സോറി. അതാണ് ഈ ഒരു സാരി. ഇതും ഹാഫ് ഗോൾഡ് ആൻഡ് ഹാഫ് ഇങ്ങനെ സിൽവർ ആയിട്ടുള്ള ഇങ്ങനെ ടിഷ്യൂ പ്രിന്റ് ആണ്. ആക്ച്വലി നല്ല യൂണീക്ക് ആയിട്ടുള്ള സാരിയാണ്. അത് ഉടുത്തപ്പോ തന്നെ ആ ഒരു ഫോട്ടോയിൽ തന്നെ എന്തൊരു ഭംഗി നോക്കിയേ, എന്ത് രസാന്ന് നോക്കുക. ആ ഒരു ഡാർക്ക് മെറൂൺ കളറിന്റെ ബ്ലൗസിന്റെ ഒപ്പം ഒരു രക്ഷയില്ല, അതുപോലത്തെ നല്ല ക്യൂട്ട് സാരി ഇട്ട. ആൻഡ് ഇതിന്റെ അറ്റത്ത് ഇങ്ങനെ ഇതുപോലത്തെ ടെസിൽ വർക്ക് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇതിന്റെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അഗെയിൻ ഇതും എനിക്ക് തോന്നുന്നു അറ്റം വരെ ഇതുപോലത്തെ ഒരു പ്രിന്റ് ആണെന്ന് തോന്നുന്നില്ല. അതെ കേട്ടാ, ഫുൾ സാരി സെയിം ആണ്. പ്രത്യേകിച്ച് മുന്താണിയും വേറെ പ്രിന്റ് അങ്ങനെ ഒന്നും കാര്യങ്ങളില്ല കേട്ടോ. അപ്പൊ നിങ്ങൾ ഇത് എടുക്കുകയാണെങ്കിൽ തന്നെ ഈ ഒരു നല്ല ഡാർക്ക് റെഡ് കളറൊക്കെ ബ്ലൗസ് എടുത്തു കഴിഞ്ഞാൽ നല്ല രസമുണ്ടാവും ഗൈസ് കാണാനായിട്ട്. ആൻഡ് നല്ല അമേസിംഗ് പീസാണ്. അപ്പൊ ഞാൻ എന്താ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഫോട്ടോ എന്റെ കണ്ണിന്റെ പ്രശ്നമാണെന്ന് അറിഞ്ഞൂടാ. അപ്പൊ ഫോട്ടോയിൽ നോക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ എനിക്ക് കുറച്ച് ഈ ഒരു ഗോൾഡ് ഭാഗം നല്ലൊരു ഗോൾഡാണ് തോന്നുന്നത്. ഇപ്പൊ നിങ്ങൾ കാണുമ്പോൾ തന്നെ കണ്ട, പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഗോൾഡ് ഫീൽ ആവണുണ്ടാവില്ല. പക്ഷെ ആ ഫോട്ടോയിൽ അത്യാവശ്യം നല്ല ഗോൾഡ് ഇങ്ങനെ വരുന്നുണ്ട്, എടുത്തറിയണുണ്ട്. അപ്പൊ ഇതെനിക്ക് അത് എടുത്തറിയണില്ല. ആ ഒരു മിസ്റ്റേക്ക് എനിക്ക് ഫീൽ ചെയ്തത്. അതർവൈസ് ഉടുത്തപ്പോ എനിക്ക് ഇത് കുഴപ്പമില്ല, ഇഷ്ടമായിട്ടുണ്ട്. സാരിയുടെ റേറ്റ് ആണ് ജസ്റ്റ് 525. യെസ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇത് ഇത്തിരി വെറൈറ്റി ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ യു കെൻ ഗോ. ഓക്കെ, അപ്പൊ നമ്മുടെ ലാസ്റ്റ് സാരി ലാസ്റ്റ് ആയി എന്താ, അല്ലെങ്കിൽ തന്നെ തൊണ്ട പോയി കുറെ നാളെയല്ല ഹോൾ വീഡിയോയില് അലറി ശീലം പോയി കിടക്കാൻ സാരല്ല. നമുക്ക് ഇനി വീണ്ടും
അതൊരു ശീലിച്ച് തൊണ്ട പൊളിക്കാം. ഓക്കെ, അപ്പൊ നമ്മുടെ ലാസ്റ്റ് സാരിയാണ് ഈ ഒരു സാരി. അപ്പൊ ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് എന്തെന്നാ ഞാൻ കൊണ്ടുവന്നിരുന്നു. പക്ഷെ ഇത് നല്ല ഒരു എന്താ പറയാ, ഞാൻ നിങ്ങൾക്ക് ജ്വല്ലറി ഹാളില് മാല കാണിച്ചപ്പോ ഞങ്ങൾ പറഞ്ഞില്ലായിരുന്നു കുറച്ചിങ്ങനെ ബൊഹേമിയൻ സൗത്ത് ഇന്ത്യൻ സ്റ്റൈലായിട്ടുള്ള സാരീസ് ഉണ്ടാവില്ല, കുറച്ച് മനസ്സിലായ കുറച്ച് എസ്തെറ്റിക് ആയിട്ടുള്ള അതുപോലത്തെ രീതിയിൽ ഉടുക്കാനാണെങ്കിൽ ഈ സാരി ബെസ്റ്റ് ആണ്. പക്ഷെ ഇത് വന്നപ്പോ എനിക്ക് കുറച്ച് പർട്ടിക്കുലറായിട്ട് ഫീൽ ആയി. കഴിക്കുമ്പോൾ ഉള്ള ഒരു ഡിഫറൻസ് ആണ്. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ, ആ ആദ്യത്തെ വര പിങ്ക്, അത് കഴിഞ്ഞ് ബ്ലൂ, അത് കഴിഞ്ഞ് ഒരു ഗോൾഡൻ പ്രിന്റ് അല്ലേ, ആക്ച്വലി അത് ഗോൾഡ് അല്ല, അതാണ് ഈ ഒരു ഫ്ലൂറസെന്റ് ഓറഞ്ച്. ഇതിനെയാണ് അവർ ആ ഗോൾഡിന് ഉദ്ദേശിച്ചത്. ഏത് കളർ വേണമെങ്കിലും എടുക്കാം, ബ്ലാക്ക് ആയിരിക്കും ഒന്നും കൂടെ ഭംഗി ആക്ച്വലി. പക്ഷെ നിങ്ങൾക്ക് ബ്ലൂ കൊടുക്കാം, പർപ്പിൾ അത് നല്ല ഭംഗി ഡൗട്ടാ, ആൻഡ് പിങ്ക് കൊടുക്കാം. ഫ്ലൂറസെന്റ് ഗ്രീനും ഓറഞ്ച് പിന്നെ ഞാനാണെങ്കിൽ എടുക്കൂല എന്തായാലും. ഓക്കെ, അപ്പൊ അങ്ങനെയാണ്. അപ്പൊ ഇവിടെ നമുക്ക് കുഞ്ഞിതായിട്ടുള്ള വരാൻ, ഇത് വലുതായിട്ടുള്ള വരാൻ. ഞാൻ ഉടുത്തതിന് ശേഷം മമ്മിയെ കാണിച്ചപ്പോ മമ്മി പറഞ്ഞപ്പോഴാണ് ഞാൻ പറഞ്ഞത് ഇത് ആക്ച്വലി മീനിന്റെ പ്രിന്റ് ആണ് ഗൈസ്, മത്സ്യ പ്രിന്റ് ആണ്. നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ തോന്നണുണ്ടോ? എനിക്ക് ആദ്യം തോന്നിയില്ല, പിന്നെ ശ്രദ്ധിച്ചു ഞാൻ നോക്കി ഇങ്ങനെ, അപ്പൊ എനിക്ക് തോന്നി. ഇപ്പൊ നോക്കുമ്പോ തോന്നണില്ല. കുന്തം എന്റെ മുന്താണി ഭാഗത്തിൽ ഇങ്ങനെ പിങ്ക് ആൻഡ് ബ്ലാക്കിന്റെ ആയിട്ടുള്ള ഇങ്ങനെ വര സീനാണ്. സ്റ്റൈൽ ചെള്ളു എല്ലാവർക്കും എന്താ നമ്മുടെ ജ്വല്ലറീസ് അത് വളരെ ഇമ്പോർട്ടന്റ്. ഹെയർ സ്റ്റൈൽ ഇമ്പോർട്ടന്റ്, മേക്കപ്പ് എല്ലാം ഇമ്പോർട്ടന്റ് ആണ് ആക്ച്വലി. പുട്ട് ടുഗെദർ ആക്കി കഴിഞ്ഞാൽ ഇത് ടുഗെദർ ആവും, അടിപൊളിയാവും കേട്ടാ. ഓക്കെ, അപ്പൊ ഈ ഒരു സാരിയുടെ റേറ്റ് ആണ് ജസ്റ്റ് 420. ഇനി ഇതിക്കുള്ള എന്ത് വേണം? ഞാൻ ഇന്ന് അഫോർഡബിലിറ്റിയുടെ ഫുൾ ലിമിറ്റ് തന്നെ ക്രോസ് ചെയ്തു. വീഡിയോ അപ്പൊ വീട്ടിൽ കാണിച്ചിട്ട് എല്ലാ സാരീസിന്റെ കോഡ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഐ ഹോപ്പ് സോ. ഇത് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിട്ടുണ്ടാവില്ല, വേഗം തന്നെ നിങ്ങൾ മേടിച്ചോട്ടെ, ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണെന്ന് മുന്നേ. അപ്പൊ വീഡിയോ എങ്ങനെ ഉണ്ടെന്ന് പറയാം. ഏത് സാരി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് എന്തായാലും പറയണ കമന്റിൽ. ഞാൻ കാത്തിരിപ്പുണ്ട്. നെക്സ്റ്റ് ഞാൻ ഏത് ഹോൾ വീഡിയോ ചെയ്യണം അതും പറഞ്ഞേക്കാം. ഇതിന് മുന്നുള്ള നമ്മുടെ ജ്വല്ലറി ഹാളില്ലേ വിഷു സ്പെഷ്യൽ ആയിട്ടുള്ള അത് കാണാൻ. ആൻഡ് ഞാൻ ഇതിന് മുന്നേ ഓണവും വിഷുവിനൊക്കെ വേറെ വീഡിയോസ് കഴിഞ്ഞ പോലെ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതും പോയി നോക്കാം, അപ്പൊ നിങ്ങൾക്ക് അതിന് ഐഡിയാസ് കിട്ടണതാണ്. സോ യെസ്, അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാം. ഇതൊരു സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ എന്താ ചെയ്തോണ്ടിരിക്കണേ, വേഗം സബ്സ്ക്രൈബ് ചെയ്യാൻ നമ്മുടെ വ്ളോഗ് ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യും. അവിടെ ഷോർട്ട്സ് ആയിട്ട് പിന്നെ ഇതുപോലെ പതുക്കെ ലോങ് ആയിട്ട് ഞാൻ വരാം. പറയരുതില്ലേ, സോറി. ഞാൻ വീഡിയോ ഞാൻ പറയാൻ പേരാണ് നോവ. താങ്ക് യു സോ മച്ച് നോവ ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഇതുപോലെ നിങ്ങൾ ഒരു സബ്സ്ക്രൈബറുടെ പേര് എന്നെ വരാമോ വീഡിയോ ഞാൻ ഫ്ലാഷ് ചെയ്യും. നിങ്ങൾ ചെയ്യേണ്ട വേഗം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, താഴെപ്പോട്ട് കമന്റ് ചെയ്യുക, മേഘ പർപ്പിൾ ഹാർട്ട് കൊടുത്ത് നിങ്ങളുടെ ഫുൾ നെയിം എഴുതാം. അപ്പൊ നെക്സ്റ്റ് വീഡിയോ നമുക്ക് കാണാം. ഷെയർ ചെയ്യിക്കാൻ ഓൾവേസ് റിമെമ്പർ ദാറ്റ് ഐ പർപ്പിൾ യു ഓൾ. ബൈ.